ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ 18 വട്ട തെങ്ങ്. 18 വട്ട ഇടുമ്പോൾ കായ്ക്കും, അങ്ങനെയൊക്കെയാണ് പറയാറ്. ഇപ്പോൾ നമ്മൾ 18 ഇതിൽ കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്, എന്നാലും കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മണ്ടയിൽ എന്തോന്ന് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ, അവിടെ ഒടിഞ്ഞു വീണിട്ടുണ്ട്. ഞാൻ ലൈവിൽ പറഞ്ഞിരുന്നു, അപ്പോൾ എന്താ സംഭവം എന്ന് അറിയില്ല. അപ്പോൾ അതായത് കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് തമ്മിൽ കുറച്ചുകൂടെ വലിയ കായായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് നമ്മളിത് ഈ വീഡിയോ ഓപ്പൺ ആക്കിയപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിന് ഹെഡിങ് ഞാൻ കൊടുത്തിട്ടുണ്ട്, പാളിപ്പോയൊരു വിളവെടുപ്പ് എന്നായിരുന്നു. അപ്പോൾ അതെന്താ സംഭവം എന്ന് നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് തമ്മിൽ വലുതായ അത് വെട്ടാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കാം കേട്ടോ. അതെവിടെ 2 പേര് കാത്ത് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കത്തിയൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിളവെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനും മൂത്ത മോൻ, അവൻ ചെറുതായിരുന്നു കേട്ടോ, അന്ന് ചെറിയവൻ്റെ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ മൂത്തവൻ. അങ്ങനെ അന്ന് ഞങ്ങൾ 2 പേരും കൂടെ കുഴിച്ച് വെച്ചതാണ്. അപ്പോൾ വിളപ്പ് ഞങ്ങളിപ്പോൾ 2 പേരും കൂടെ ഒരുമിച്ചത് മുറിച്ചെടുക്കാനുള്ള തീരുമാനത്തിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ അത് മുറിക്കാൻ പോവുകയാണ്, പറിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നമ്മൾ നട്ടതിൽ നിന്ന് ആദ്യത്തെ കായ പറിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു സന്തോഷമാണല്ലോ. അപ്പോൾ അങ്ങനെ പറിച്ചെടുക്കാൻ പോവാണ്. കുറേ ദിവസമായി ഇവരിത് പറിച്ചെടുക്കണമെന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ കാക്കാനൊന്നും സമയമില്ല. അങ്ങനെയാണ് ഇപ്പോൾ അത് പറിച്ചെടുക്കാനുള്ള തീരുമാനത്തിലെത്തിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കട്ട് ചെയ്തപ്പോൾ നമുക്കിങ്ങനെ തിരിച്ചെടുത്താൽ കിട്ടുമെന്ന പരുവത്തിലായി. അപ്പോൾ നമ്മൾ പറിച്ചെടുക്കുകയാണ്. അങ്ങനെ അപ്പോൾ നമ്മുടെ ആദ്യത്തെ കായ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് മുറിച്ച് നോക്കണം, അപ്പോഴാണ് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ 2 പേരും കാത്തിരിക്കുകയാണ്. അത് മുറിച്ച് അതിനകത്തുള്ള വെള്ളം കുടിക്കാനൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ട് 2 പേരും കുറേ നാളായി നോക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഓടിപ്പോയി കത്തിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് വെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് വെട്ടുന്ന പണിയിലാണ്. എനിക്ക് ഇങ്ങനെ കരിക്ക് വെട്ടി വലിയ ശീലമൊന്നുമില്ല, എന്നാലും എന്തായാലും കുറച്ച് സമയം എടുത്താണെങ്കിൽ ഞാനത് വെട്ടി ഒപ്പിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം വെട്ടി എവിടെ ഒരാൾക്കാണെങ്കിൽ കാത്തിരിക്കുകയാണ് കേട്ടോ. 2 പേര് എപ്പോൾ കിട്ടാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരുവിധം വെട്ടി ഒപ്പിച്ചു കേട്ടോ. അപ്പോൾ വെട്ടി അതിൻ്റെ മോൾ ഭാഗമൊക്കെ വെട്ടി സ്വന്തമായിട്ടുണ്ട്. വലിയ ഫിനിഷിംഗ് ഒന്നുമില്ല, എന്നാലും ഞാൻ വെട്ടിയെടുത്തു കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയാണ്. അപ്പം ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അതിൻ്റെ മുകൾ ഭാഗം വെട്ടിയപ്പോഴത്തേക്കും വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് വെള്ളം ഇങ്ങോട്ട് വന്നു കേട്ടോ. നിറച്ച് വെള്ളം ഉണ്ടായിരുന്നേ. പക്ഷേ എന്തോ മഴയൊക്കെ പെയ്തെന്താണെന്ന് അറിയത്തില്ല, മധുരം കുറവായിരുന്നു കേട്ടോ വെള്ളത്തിന്. അപ്പോൾ കണ്ടില്ലേ, നിറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് അപ്പം തന്നെ കുടിക്കണം. അപ്പോൾ നമ്പാടിയാണ് കേട്ടോ ആദ്യം തന്നെ കുടിച്ചത്. അപ്പോൾ ചെറിയവനും അവനങ്ങനെ കുടിച്ച ശീലമില്ല, അവനങ്ങനെ തന്നെ കുടിക്കണമെന്ന് പറഞ്ഞിട്ട് അവനും അങ്ങനെ തന്നെ കുടിച്ച് നോക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം ബാക്കി ഞാൻ കപ്പിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനും കുറച്ച് കുടിച്ചു. ഇനിയിപ്പോൾ നമ്മളത് വെട്ടി നോക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞ സംഭവം, അതായത് പാളിപ്പോയി വിളവെടുപ്പെന്ന് ഞാൻ ഉദ്ദേശിച്ച സംഭവം ഇതാണ് കേട്ടോ. അത് നമ്മൾ മുറിച്ച് 2 കഷ്ണമാക്കി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ അറിയാം. അതായത് അത് മൂത്തിട്ടുണ്ടായിരുന്നില്ല, കണ്ടില്ലേ. അതിനുള്ളിൽ നമുക്ക് കഴിക്കാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ മക്കൾക്ക് കരിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അതോർത്താണ് അവർ വേഗം പറഞ്ഞത്. പക്ഷേ കണ്ടില്ലേ, അതൊന്നും ആയിട്ടുണ്ടായിരുന്നില്ലേ, ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലായി കുറച്ചുകൂടെ വലിപ്പം വെക്കണം. ഇത് കണ്ടില്ലേ സൈഡിൽ. പക്ഷേ ഞാനിങ്ങനെ കുറച്ച് സ്പൂൺ വെച്ച് പഠിച്ചപ്പോൾ സൈഡിൽ നിന്ന് ഒത്തിരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് ഭക്ഷണം അങ്ങനെ കഴിക്കാനായിട്ട് അധികമൊന്നും കിട്ടിയില്ല. പിന്നെ അധികം മധുരവും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും ഞാൻ കിട്ടുന്നത് പോലെ സൈഡിൽ നിന്ന് വടിച്ച് മക്കൾക്ക് 2 പേർക്കും കൊടുത്തേ. കണ്ടില്ലേ, അപ്പോൾ അധികമൊന്നും ഉണ്ടായിരുന്നില്ല വടിക്കാൻ. അതുകൊണ്ട് അതിനൊപ്പം നിന്ന് കുറച്ചൊക്കെ വലുതായി വരുന്നത് പറിച്ചിട്ടില്ലേ വേണ്ടി കാത്തിരിക്കുകയാണ്.